നമുക്ക് ആറന്മുളയിലേക്ക് ഒന്ന് പോകാം. അവിടെ ആറന്മുളയിലെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന് പിന്തുണയറിയിച്ച് ദളിത് ഫ്രണ്ട് എന്ന സംഘടനയുടെ നേതാക്കൾ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. വനവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കായി ഇടത് വലത് മുന്നണികൾ ഒന്നും ചെയ്തിട്ടില്ലെന്നും അതിനാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദളിത് വനവാസി വിഭാഗങ്ങളുടെ പൂർണ്ണമായ പിന്തുണ കുമ്മനം രാജശേഖരന് നൽകുന്നുവെന്നും ദളിത് ഫ്രണ്ട് നേതാക്കൾ പറഞ്ഞു. മഹൽ വ്യക്തി ദളിത് വിഭാഗങ്ങളുടെയോ അല്ലെങ്കിൽ സാധാരണക്കാരുടെയോ പാവപ്പെട്ടവരുടെയോ ഒരു കാര്യങ്ങളിലും ഞങ്ങൾ മുഖാന്തരം ഞങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു, ഞങ്ങളുടെ പിന്തുണയോടും കൂടി ജയിച്ചിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വിമുഖത കാണിക്കുന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിക്ക് ഇനി ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദളിത് ഫ്രണ്ട് DFIയുടെ ആറന്മുള മണ്ഡലത്തിലുള്ള പിന്തുണ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ കുമ്മനം രാജശേഖരൻ അവരുകളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹോരാത്രം ഞങ്ങൾ പണിപ്പെട്ടും അതിൻ്റെ പണിപ്പുരയിലുമാണ്. ഗോകുൽ രമേശ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, കേരളത്തിൽ നടന്നിട്ടുള്ള പല ഭൂസമരങ്ങൾക്കകത്ത് ഇടപെടുകയും അതോടൊപ്പം തന്നെ വനവാസി വിഭാഗങ്ങളുടെ ക്ഷേമങ്ങൾക്കായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിത്വമാണ് കുമ്മനം രാജശേഖരൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പശ്ചാത്തലത്തിലാണോ ദളിത് ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാക്കൾ തന്നെ പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് വനവാസി ദളിത് വിഭാഗങ്ങളുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ കുമ്മനത്തിനാണെന്ന പ്രഖ്യാപനം നടത്തുന്നത്? തീർച്ചയായിട്ടും ഗൗതം, ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ ദളിത് ഫ്രണ്ട് കുമ്മനം രാജശേഖരന് പൂർണ്ണ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, പ്രത്യേകിച്ച് പ്രകൃതിക്കും അതോടൊപ്പം തന്നെ ഈ വനവാസി ദളിത് വിഭാഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ, അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ പോരാട്ടങ്ങൾക്ക് കൃത്യമായിട്ട് തങ്ങളുടെ പ്രതിബദ്ധത അറിയിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ദളിത് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനാ നേതാക്കൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ പത്രസമ്മേളനം നടത്തി കുമ്മനം രാജശേഖരൻ ആറന്മുള നിയോജക മണ്ഡലത്തിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ വനവാസി ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ദളിത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയാണ് എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ ഇടതു വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ചു, അവർക്ക് പിന്തുണ നൽകിയിരുന്നതായിട്ടും പറയുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും തങ്ങൾക്ക് യാതൊരുവിധ നേട്ടമോ അല്ലെങ്കിൽ അർഹിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ പോലുമോ ലഭ്യമാക്കി തരാൻ അവർക്ക് ഇടതു വലത് മുന്നണികൾക്ക് സാധിച്ചിരുന്നില്ല. തങ്ങളുടെ പിന്തുണയോടുകൂടി വിജയിച്ചു പോയ MLAമാർ പോലും പിന്നീട് തങ്ങളെ തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെന്നുമാണ് ഈ ദളിത് ഫ്രണ്ട് സംഘടനാ നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇക്കുറി എന്തായാലും NDAക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. കുമ്മനം രാജശേഖരന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള പ്രചാരണത്തിന് ഇറങ്ങുമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം, ആ സംഘടനയുടെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ അതിനു വേണ്ടിയിട്ട് ആറന്മുള നിയോജക മണ്ഡലത്തിൽ, അതായത് അതിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിലും പത്തനംതിട്ട നഗരസഭയിലും ഉൾപ്പെടെയായിട്ട് 186 അംഗങ്ങളുടെ ഒരു കമ്മിറ്റി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഈ ദളിത് ഫ്രണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്മനം രാജശേഖരന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് ഇറങ്ങുമെന്നുള്ള കാര്യമാണ് നിലവിൽ ഈ ദളിത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള K. ബാബു അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ദളിത് സംഘടനകൾ കൂടി ഇത്തരത്തിൽ കുമ്മനം രാജശേഖരനും NDAക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നതോടുകൂടി മണ്ഡലത്തിൽ NDAയുടെ വിജയസാധ്യത കൂടി വർദ്ധിക്കുകയാണ്. ഒപ്പം ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന നിലവിലെ MLA ആയിട്ടുള്ള വീണ ജോർജിനൊക്കെ എതിരായിട്ട് നിലനിൽക്കുന്ന പൊതുജന വികാരം അടക്കം നിലവിൽ കുമ്മനം രാജശേഖരന് കൂടുതൽ വോട്ടായിട്ട് മാറും, അല്ലെങ്കിൽ വിജയപ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് കുമ്മനം രാജശേഖരന് മണ്ഡലത്തിൽ അത്രമാത്രം സ്വാധീനമുള്ളതാണ്. ആറന്മുള മണ്ഡലത്തിലെ പല പോരാട്ടങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ അവിടുത്തെ പൈതൃക ഗ്രാമ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലൊക്കെ ആയാലും ആ രീതിയിലൊക്കെ തന്നെ വലിയ ജനകീയ പിന്തുണ കുമ്മനം രാജശേഖരനുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പുറമെയാണ് എന്തായാലും ഇപ്പോൾ ഇത്തരത്തിൽ വനവാസി ദളിത് സംഘടനകൾ കൂടി പിന്തുണയുമായിട്ട് കുമ്മനം രാജശേഖരനോടൊപ്പം ചേരുന്നത്, അദ്ദേഹത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇറങ്ങുകയും ചെയ്യുന്നത്. കേവലം ഒരു വാഗ്ദാനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രചാരണത്തിനടക്കം ഇറങ്ങും എന്നുള്ള ഒരു കാര്യമാണ് ദളിത് ഫ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. അത് വളരെ അപൂർവമാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ സംഘടനകൾ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ രീതിയിൽ താഴെത്തട്ടിൽ പ്രചരണത്തിനും സമ്പർക്കത്തിനും ഒക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തോടൊപ്പം ഇറങ്ങുമെന്നുള്ളൊരു പ്രഖ്യാപനം കൂടി ദളിത് ഫ്രണ്ട് നടത്തിയിരിക്കുകയാണ്. എന്തായാലും അതിനു വേണ്ടിയിട്ട് കമ്മിറ്റി അടക്കം രൂപീകരിച്ചുകൊണ്ട് എന്തായാലും ആറന്മുളയിൽ വലിയ ആവേശമായി പ്രചരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കുമ്മനം രാജശേഖരന് ഇപ്പോൾ ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന സംഘടനകളുടെ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദളിത് ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാക്കൾ തന്നെ പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദളിത് വനവാസി വിഭാഗങ്ങൾ
വിഭാഗങ്ങളുടെ പിന്തുണ കുമ്മനത്തിനാകും എന്ന പരസ്യമായ പ്രഖ്യാപനം നടത്തുകയാണ്. കേരളത്തിൽ വർഷങ്ങളായി അധികാരത്തിലിരിക്കുന്ന ഇടതു വലതു മുന്നണികൾ ഈ നാട്ടിലെ അടിസ്ഥാന വർഗമായിട്ടുള്ള ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദളിത് ഫ്രണ്ട് പരിപൂർണമായ പിന്തുണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനത്തിന് പ്രഖ്യാപിക്കുന്നത്. ഗോകുൽ രമേശാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്.